Hello, welcome to the second video of my lecture series. In this video, I'll be talking about descriptive English. Descriptive English, very important, very crucial for getting A+ in your English paper because you get two questions from this segment. Number one, travelogue, and number two, character sketch. In both these questions, you need to be explaining the scene, describing the scene meticulously well, very closely. Travelogue പരീക്ഷയിൽ എല്ലാ വർഷവും വരുന്നൊരു ക്വസ്റ്റ്യനാണ്. ഏകദേശം 7-8 മാർക്കൊക്കെയാണ് അതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് വരാറുള്ളത്. പലപ്പോഴും കുട്ടികൾ അത്യാവശ്യം കുഴപ്പമില്ലാതെ എഴുതാറുണ്ട്. പക്ഷേ എൻ്റെ ഒരു കണ്ടെത്തൽ പലപ്പോഴും ഈ ആൻസേഴ്സ് വളരെ മീനിങ് ഓർഗനൈസ്ഡ് അല്ല എന്നുള്ളതാണ്. കുട്ടികളുടെ ഒരു റാൻഡം ഒബ്സർവേഷൻസായി മാത്രം ചുരുങ്ങുന്നുണ്ട്. അതിന് പകരം വളരെ ഇഫക്റ്റീവായി യാത്രയെ സിസ്റ്റമാറ്റിക്കായിട്ട് എങ്ങനെ അവതരിപ്പിക്കാം, അതിനുള്ള ഒരു ചെറിയ ഒരു ഫോർമുലയാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ whenever you write a travelogue, just follow this pattern so that you get a sense of security, feeling of safety. ഒരു സന്തോഷമാണ് നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റുമെന്നുള്ള തോന്നലാണ്. അപ്പോൾ അങ്ങനെയാണ് എന്താണ് ആദ്യത്തെ സെഗ്മെൻറ്റ്, ആദ്യ പാരഗ്രാഫിൽ നമ്മൾ എന്താ എഴുതേണ്ടതാണ്? യാത്രയുടെ തുടക്കത്തെക്കുറിച്ച് എഴുതും അല്ലേ? എപ്പോഴാണ് യാത്ര തുടങ്ങിയത്, ആരൊക്കെ ഉണ്ടായിരുന്നു, എല്ലാവരും രക്ഷിതാക്കൾ വന്നിരുന്നോ, കുട്ടികളും അമ്മയൊക്കെ കൂടെ വന്നിരുന്നു. അതാണ് ആദ്യത്തെ ഒരു സെഗ്മെൻറ്റ്. ദാറ്റ്സ് സ്റ്റാർട്ട് ഓഫ് ദി ജേർണി, റൈറ്റ്? നമ്പർ 1, സ്റ്റാർട്ട് ഓഫ് ദി ജേർണി. നമ്പർ 2, ഹൗ യു ട്രാവൽഡ്. നിങ്ങൾ എങ്ങനെയാണ് യാത്ര പോയത്? ബസ്സിലാണോ, ട്രെയിനിലാണോ, അല്ലെങ്കിൽ ഫ്ലൈറ്റിലാണോ? ബസ്സിൽ എന്തൊക്കെ ഫെസിലിറ്റീസ് ഉണ്ട്? നിങ്ങൾക്ക് വീഡിയോ ഉണ്ടോ, ഡാൻസിന് സ്കോപ്പ് ഉണ്ടോ? See, you get a lot of facilities in the bus, right? So you write about that, how you traveled. And thirdly, you can say where you stayed. What about the facilities in the hotel, right? What about the luxuries available? അവിടെ എന്തൊക്കെയാണ് ഉള്ളത്? ഹോട്ടലിൽ എന്തൊക്കെ സൗകര്യങ്ങളുണ്ട്? ഹോട്ടലിൽ നിന്നാൽ പുറത്തേക്ക് കാണാൻ പറ്റുമോ? ഇപ്പോൾ എന്താണ് നമ്മുടെ പ്രകൃതിയുടെ സൗന്ദര്യം റൂമിൽ തന്നെ കാണാൻ പറ്റുന്ന സൗകര്യമുള്ള ഹോട്ടൽസൊക്കെയാണ്. സോ യു ഡിസ്ക്രൈബ് ദാറ്റ്. സോ വി ഹാവ് കവേർഡ് 3. Number 1, start of the journey. Number 2, how you traveled. And thirdly, where you stayed. And fourthly is what are the beautiful things that you have seen, the beautiful picture postcards. നിങ്ങൾ കണ്ട മനോഹരങ്ങളായിട്ടുള്ള ദൃശ്യങ്ങളൊക്കെ ഉണ്ടാവും. ഓരോ യാത്രയിൽ നമ്മുടെ മനസ്സിൽ വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന ഒരുപാട് കാഴ്ചകളുണ്ടാവും. ആ കാഴ്ചകളെക്കുറിച്ച് പറയും. ഒരു 2-3 കാഴ്ചകൾ. ഒരു പക്ഷേ അവിടെയുള്ള മനുഷ്യന്മാരുടെ വസ്ത്രം, അവിടെയുള്ള വേഷം, ഭക്ഷണം, അവിടുത്തെ മനോഹരമായിട്ടുള്ള പ്രകൃതി ദൃശ്യങ്ങൾ, അതൊക്കെ അതിൽ ഉൾപ്പെടുത്താവുന്നതാണ്. അതിനുശേഷം നിങ്ങൾ ഒരുപാട് കാഴ്ചകൾ കണ്ടാലും ചില കാഴ്ച നിങ്ങളുടെ മനസ്സിൽ വല്ലാതെ പവർഫുള്ളായിട്ട് മാറും അല്ലേ? സം സൈറ്റ്സ് ആർ സോ പവർഫുൾ ദാറ്റ് യു കനോട്ട് ഫർഗെറ്റ് ഇറ്റ്. നമുക്ക് മറക്കാൻ പറ്റാത്ത ചില കാഴ്ചകൾ വരുമല്ലോ, അതിനെക്കുറിച്ചുള്ള സ്വാഭാവികമായിട്ടും മറക്കാൻ പറ്റാത്ത ചില നിമിഷങ്ങൾ. അവസാനം സ്വാഭാവികമായിട്ടും എല്ലാ യാത്രയുടെയും ഒരു അവസാനം ഉണ്ടാവും. എങ്ങനെയാണ് നിങ്ങൾ അവസാനം, നിങ്ങൾ ഒരുപക്ഷെ നല്ലൊരു ഭക്ഷണത്തിന് ശേഷമൊക്കെ ആയിരിക്കും നമ്മൾ യാത്ര തിരിച്ചു പോരുക. അപ്പോൾ അതിനെക്കുറിച്ച് പറയാം. തിരിച്ചു പോരുമ്പോൾ ഉണ്ടാകുന്ന ഒരുപക്ഷെ സങ്കടത്തിൻ്റെ എലമെൻ്റൊക്കെ അതിൽ വരുമല്ലോ. സ്വാഭാവികമായിട്ടും വലിയൊരു എക്സൈറ്റ്മെൻറ്റിന് ശേഷം സങ്കടത്തോടെ നമ്മളെല്ലാവരും തിരിച്ചു പോരുന്ന ആ ഡയമെൻഷൻസും കൂടിയാണ് നമ്മുടെ യാത്രാക്കുറിപ്പിൽ വരുന്നത്. ഇത് 7-8 മാർക്ക് വരുന്നത് എല്ലാ കൊല്ലവും പരീക്ഷയ്ക്ക് വരുന്നൊരു ക്വസ്റ്റ്യനാണ്. വളരെ എളുപ്പത്തിൽ മേടിക്കാവുന്ന ക്വസ്റ്റ്യൻ. ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നു. നമുക്ക് ചില സെഗ്മെൻറ്റ്സിലൂടെ കടന്നു പോയാൽ യാത്രാക്കുറിപ്പ് വളരെ ഈസി ആയിട്ട് എഴുതാൻ കഴിയും. ഇതില്ലെങ്കിൽ നമുക്ക് വലിയ പ്രശ്നം, എങ്ങനെ തുടങ്ങണം, എതിലൂടെ കടന്നു പോകണം എന്നൊക്കെ വലിയ സംഘർഷം ഉണ്ടാവും. അപ്പോൾ ഞാൻ വളരെ കൃത്യമായിട്ട് നിങ്ങൾക്കൊരു പാറ്റേൺ തരികയാണ്. Number 1, once again, start of the journey, യാത്രയുടെ തുടക്കം. Number 2, how you traveled. Number 3, where you stayed, hotel. Number 4, the beautiful sights that you have seen. Number 5, something unforgettable, right? Something touching, something striking. And finally, slightly unhappy, the return journey, right? ഇത്തരം കാര്യങ്ങളൊക്കെ കുറച്ച് ചെറിയ കുഞ്ഞു പാരഗ്രാഫിലൊന്ന് എഴുതി നോക്കിയാട്ടെ. ഒന്ന് try doing this. I think you will definitely make an impression on your evaluators. So far, we've been discussing the stages and the nature and features of a travelogue. Now let me exemplify or illustrate those features with the help of a very short travelogue written by Tishani Doshi. You see, in the first paragraph, the first line of the paragraph, you see
I. The I factor is very important in the travelogue. And secondly, if you look at the second line, the heading towards, here the word is very informal in nature, right? So that is the second point. Thirdly, a list of adjectives, that's also a very important part of travelogue. Here, the example in third line, coldest, driest, windiest, right? And fourthly, if you look at travelogues, you will find that travelogue is most of the time very, very precise in details, right? For example, here in the fifth line of the first paragraph, 9 time zones, 6 checkpoints, 3 bodies of water, and as many cospheres, right? Here, things are meticulously detailed. I told you the informal nature of language. In the second paragraph, the first line, I actually set foot. It's an example for informal use of language. And again, details per the third line of second paragraph. Combination of a car, aeroplane and a ship. നോക്കൂ, അടുത്തത് നമ്മുടെ ഒരു ഭാഷയുടെ ഒരു വിഷ്വൽ അപ്പീലാണ്. നോക്കൂ, എക്സാമ്പിൾ സെക്കൻഡ് പാരഗ്രാഫിലെ 4ാമത്തെ വരി നോക്കൂ. വൈറ്റ് ലാൻഡ്സ്കേപ്പ്, എക്സ്പാൻസീവ് വൈറ്റ് ലാൻഡ്സ്കേപ്പ് ആൻഡ് അൺഇൻറ്ററപ്റ്റഡ് ബ്ലൂ ഹൊറൈസൺ. ഭയങ്കര വിഷ്വൽ ആയിട്ടുള്ള അപ്പീലിംഗ് ആയിട്ടുള്ള ഒരു വരിയാണ്. അടുത്ത് നോക്കൂ, സെൻസ് ഓഫ് വണ്ടർ. നോക്കൂ, ഇമ്മീഡിയറ്റ് ആൻഡ് പ്രൊഫൗണ്ട് വണ്ടർ ഓർ വണ്ടർ അറ്റ് ഇറ്റ്സ് ഇമ്മൻസിറ്റി. ഇതൊക്കെ എന്താണ്, നമ്മുടെ യാത്രക്കാരൻ്റെ എക്സൈറ്റ്മെൻ്റ് ആണ്, ത്രില്ലാണ് കാണിക്കുന്നത്. അവസാനം എവർ ഫാക്ടർ ഉണ്ട്. നമ്മൾ ഇറ്റ് ഈസ് ദ ബെസ്റ്റ് എവർ സീൻ ഐ ഹാവ് വാച്ച്ഡ് ഇൻ മൈ ലൈഫ്. the most beautiful girl I have ever met in my life. ഇതൊക്കെ എന്താണ്, ഒരു എവർ ഫാക്ടറാണ്. നേരത്തെ നമ്മൾ ഐ ഫാക്ടർ എന്ന് പറഞ്ഞതുപോലെ. സോ ദീസ് ആർ വെരി വെരി ഇമ്പോർട്ടൻറ്റ്. യു ഷുഡ് റിമെമ്പർ ഓൾ ദീസ് പോയിൻറ്റ്സ് വെൻ യു റൈറ്റ് യുവർ ട്രാവലോഗ്, ബിക്കോസ് ദിസ് വിൽ ഗിവ് യു എ ഗുഡ് ഇമേജ് ഇൻ ദ മൈൻഡ്സ് ഓഫ് ഇവാലുവേറ്റേഴ്സ്. ഓക്കെ, അപ്പം നമ്മുടെ ഡിസ്ക്രിപ്റ്റീവ് ഇംഗ്ലീഷിലെ രണ്ടാമത്തെ ഒരു കോമ്പണൻ്റ് ആണ് ക്യാരക്ടർ സ്കെച്ച്. ഓക്കെ, അതായത് നമ്മുടെ കഥകളിലെ ഒരു കഥാപാത്ര നിരൂപണം, ഇങ്ങനെ മലയാളത്തിൽ പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും 5 മാർക്കാണ് ഈ ക്വസ്റ്റ്യൻ നമുക്ക് കിട്ടുക. എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ക്യാരക്ടർ സ്കെച്ച് ഉണ്ടാവും, റൈറ്റ്? നിങ്ങൾക്ക് ക്യാരക്ടേഴ്സിനൊക്കെ ഓർമ്മയുണ്ടല്ലോ അല്ലേ? നമുക്കൊക്കെയുള്ളത് ഗ്രേറ്റയെ ഓർമ്മയുണ്ടാവാം, ഹസനെ ഓർമ്മയുണ്ടാവാം, അതുപോലെ ഹസനെ കളിയാക്കിയിട്ടുള്ള ആ ലേഡിയെ കുറിച്ച് ഓർമ്മയുണ്ടാവാം, അല്ലെങ്കിൽ ഗ്രേറ്റയുടെ അച്ഛൻ, അല്ലെങ്കിൽ ഇവാൻ, എന്താണ് നിക്കോളായ്, ഇവാൻ. ഇതൊക്കെ വളരെ പവർഫുൾ ക്യാരക്ടേഴ്സാണ്. നമുക്കിതിൽ ആര് ചോദിക്കപ്പെടുമെന്ന് പറയാൻ കഴിയില്ല. പക്ഷെ ഹസനൊക്കെ വളരെ പ്രോമിനൻ്റ് ആണ്. അതുപോലെ ആ 2 സഹോദരന്മാർ ചിലപ്പോൾ അങ്ങനെയും ചോദിക്കാറുണ്ട്. ചിലപ്പോൾ ഒരു ക്യാരക്ടർ വെച്ചായി ചോദിക്കാറുണ്ട്. ചിലപ്പം 2 ക്യാരക്ടേഴ്സിന്റെ നിക്കോളായ് ആൻഡ് ഇവാൻസ്, ഇവരുടെ 2ആളുടെയും കമ്പാരിസൺ ചോദിക്കാറുണ്ട്. ചിലപ്പോൾ സിംഗിൾ ക്യാരക്ടേഴ്സിനെ കുറിച്ച് ചോദിക്കാറുണ്ട്. We must be able to write this question very easily. 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. വളരെ എളുപ്പത്തിൽ അവർക്ക് മാർക്ക് കിട്ടുന്ന ക്വസ്റ്റ്യൻ കൂടിയാണ്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഒരു ചെറിയൊരു ടെക്നിക്ക് ഞാൻ പറഞ്ഞിട്ട് ഈ ചോദ്യത്തെ നേരിടാൻ വേണ്ടിയിട്ട് വളരെ സിമ്പിളായിട്ട് ഫോളോ ചെയ്ത സംഭവമാണ്. അത് ഞാൻ വിളിക്കുക 5 P's ഓഫ് ക്യാരക്ടർ സ്കെച്ച് എന്ന് പറയാം. ഓക്കെ, 5 P's. അതിൽ ആദ്യ P, പ്ലേസിങ് ദ ക്യാരക്ടർ. നിങ്ങൾ ക്യാരക്ടറെ പ്ലേസ് ചെയ്യണം. ഈ കക്ഷി ഏത് പാഠത്തിൽ, ആരെഴുതിയ ഏത് പാഠത്തിലെ ക്യാരക്ടറാണ്, അതാണ് പ്ലേസിങ് എന്ന് പറയും, റൈറ്റ്? സോ ഫോർ എക്സാമ്പിൾ, ഹസൻ ഈസ് എ വെരി പവർഫുൾ ക്യാരക്ടർ ഇൻ ദ സ്റ്റോറി റിട്ടൺ ബൈ A.J. Cronin, റൈറ്റ്? സിമ്പിൾ സെന്റൻസ്. നിങ്ങൾ എല്ലാവരും അതിനെ എഴുതുക, സ്വഭാവമായിട്ട് ഫസ്റ്റ് സെന്റൻസ് ആയിരിക്കും. രണ്ടാമത്തത്, ഒരാൾക്ക് അയാൾ ഏത് പാഠത്തിലെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അതിനുശേഷം അയാളുടെ ഫിസിക്കൽ ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ടാവുമല്ലോ. വാട്ട് ഈസ് ഹിസ് ഫിസിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ്? ചില ആൾക്കാർ തടിച്ച് നീണ്ടു കുറുതായിട്ടുള്ള വലിയ തലയുള്ള, ഹസനെ കുറിച്ച് തന്നെ പറയുന്നുണ്ട്, വളരെ അല്ലേ ഒരു പേടിപ്പിക്കുന്ന രീതിയിലൊക്കെ പറയുന്നുണ്ട്. അല്ലെങ്കിൽ ഗ്രേറ്റയെ കുറിച്ച് വെച്ചാൽ വളരെ നല്ല ഡ്രസ്സ് ധരിച്ചിട്ടുള്ള, വളരെ ഭയങ്കര സന്തോഷകരമായ കാഴ്ചയായിട്ട് അവളെ കുറിച്ച് പറയുന്നുണ്ട്, റൈറ്റ്? സോ ഓരോ ആൾക്കാർക്കും ഒരു ഫിസിക്കൽ ഫീച്ചേഴ്സ് ഉണ്ടാവും. അതാണ് നമ്മുടെ രണ്ടാമത്തെ ആസ്പെക്ട്സ്. ദ ഫിസിക്കൽ ഫീച്ചേഴ്സ് റെപ്രസെന്റ്സ് the physical condition and the physical makeup of the character, right? Thirdly, the philosophical attitude. എല്ലാ മനുഷ്യന്മാർക്കും ഉണ്ടാവും. അവര് ഫിസിക്കൽ മാത്രമല്ല, അവർക്കൊരു ദർശനം ഉണ്ടാവുമല്ലോ, ജീവിതത്തെക്കുറിച്ചൊരു കാഴ്ചപ്പാട് ഉണ്ടാവില്ലേ, ഒരു വിഷൻ ഉണ്ടാവുമല്ലോ. അതെന്താ? ഹസന്റെ കാഴ്ചപ്പാട് എന്താണ്?
ഹസൻ ജീവിതത്തെ വളരെ രസകരമായിട്ട് കാണുന്ന ഒരാളാണ്. അദ്ദേഹത്തിന് നമ്മൾ കാണുന്നത് പോലെ പൈസയോട് വല്ലാതെ പ്രണയമൊന്നുമില്ല, അല്ലേ? അദ്ദേഹത്തിന് പ്രൊമോഷൻ ഇഷ്ടമില്ല. ജീവിതത്തിൽ മറ്റുള്ളവരെ സഹായിക്കൽ മാത്രമാണ് ഏറ്റവും വലിയ സന്തോഷം. നിരന്തരം കടലിലൂടെ യാത്ര ചെയ്തിട്ട് കരയോട് ബന്ധം ഒരുപാട് കാലമായിട്ട് വിച്ഛേദിച്ചൊരു മനുഷ്യനാണ്. പക്ഷെ എല്ലാ മതങ്ങളോടും ബഹുമാനവും എല്ലാ വിശ്വാസങ്ങളോടും സ്നേഹം കാണിച്ചത് വലിയ ഒരുപക്ഷെ പുതിയ കാലത്ത് ഒരു മുസ്ലിം ഒരു ഫിലോസഫിയിൽ വിശ്വസിക്കുന്നുണ്ട്. മറ്റുള്ളവരെ സഹായിക്കുക എന്നുള്ള ഫിലോസഫി അദ്ദേഹത്തെ വളരെ സീരിയസ് ആയിട്ട് സ്പർശിക്കുന്നുണ്ട്. സോ ദാറ്റ് ഈസ് ദ ഫിലോസഫിക്കൽ background of the character. So number 1, placing. Number 2, physical. Number 3, philosophical. Number 4, personal reflection. That's very, very important. That makes your answer A+, right? Because most of the people will end with the third one, right? Your answer will not be complete without this fourth one, that is personal reflection. What is your own ഒപ്പീനിയൻ അബൌട്ട് ദിസ് ക്യാരക്ടർ? നമുക്ക് ചില ക്യാരക്ടേഴ്സിനെ കണ്ടാൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചില അഭിപ്രായങ്ങളൊക്കെ പറയും, പറയില്ലേ? ഇദ്ദേഹത്തെ ഇപ്പോൾ ഹസനെ പോലുള്ള ഒരുപാട് മനുഷ്യന്മാരുണ്ടെങ്കിൽ ഈ ഭൂമി എത്ര സന്തോഷകരമാകുമായിരുന്നു, റൈറ്റ്? അല്ലെ ഈ ഗ്രേറ്റയെ പോലുള്ള ഒരു കുഞ്ഞു മകൾ നമുക്കെല്ലാവർക്കും ഒരു വേദനയാണ്, അല്ലെ? സത്യത്തിൽ നമ്മൾ ഇങ്ങനെയുള്ള കുട്ടികൾ നമ്മുടെ ഭൂമുഖത്ത് ഒരുപാടുണ്ടല്ലോ, ഡിഫറെൻറ്റ് ഏബിൾഡായ കുട്ടികൾ. അപ്പോൾ ഇവരെ എങ്ങനെയാണ് നമുക്ക് സ്നേഹിക്കാൻ പറ്റുക എന്നൊക്കെ നമുക്ക് തോന്നാറുണ്ടല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ട് ഏത് കഥ വായിച്ചാലും നമ്മുടെ മനസ്സിൽ വരുന്ന ചില സവിശേഷമായിട്ടുള്ള റിഫ്ലക്ഷൻസ് ഉണ്ട്. ദാറ്റ് ഈസ് A+. That makes you A+, right? That's very important because I told you that's the point which makes you class apart. And finally, ഞാൻ ഒരു പോയിന്റ് കൂടി പറയുന്നു, എക്സ്ട്രീം എന്ന രീതിയിലേക്ക് പറ്റുമെങ്കിൽ പറയാം. ഒരു കമ്പാരിസൺ സാധ്യത, ഒരു പവർഫുൾ കമ്പാരിസൺ. ഫോർ എക്സാമ്പിൾ, ഇഫ് യു റിമെമ്പർ എ ക്യാരക്ടർ ഇൻ ദ ഫാഷൻ ഓഫ് ഹസൻ, ഹസനെ പോലുള്ള ക്യാരക്ടർ നിങ്ങൾ മലയാളത്തിലോ ഇംഗ്ലീഷിലോ സിനിമയിലോ ഒക്കെ കാണാൻ സാധ്യതയുണ്ടാവും. അപ്പം അത്തരം മനുഷ്യനെ കുറിച്ച് കൂടി നിങ്ങളൊരു സെന്റൻസ് പറഞ്ഞാൽ നമ്മൾ എക്സാമിനേഴ്സിന് ഭയങ്കര സന്തോഷം. ഈ കുട്ടി ഭയങ്കര അനലറ്റിക്കലാണല്ലോ, എന്തൊരു സൂക്ഷ്മമായിട്ടാണ് കുട്ടി ഈ ക്യാരക്ടറെ കണ്ടു എന്നുള്ളൊരു സന്തോഷം നമുക്കുണ്ടാവും. അപ്പം നമുക്ക് A+ തരാനൊരു മടിയും ഉണ്ടാവില്ല. ഓക്കെ, അപ്പോൾ A+ കിട്ടാനുള്ള സാധ്യത പറഞ്ഞല്ലോ. ഇനി അത് ഫോളോ ചെയ്യുമല്ലോ. ഇന്ന് തന്നെ പോയിട്ട് എന്ത് ചെയ്യണം, ഈ സ്ട്രാറ്റജി 5P സ്ട്രാറ്റജി ഫോർ ഡെവലപ്പിംഗ് എ ക്യാരക്ടേഴ്സ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ, എന്നിട്ട് എന്നോട് പറയും. ഓക്കെ, സോ വി ഹാവ് കംപ്ലീറ്റഡ് ദ 2 important components of descriptive English, right? How descriptive English is important in these 2 questions I have explained to you, right? So I hope you enjoyed it. I hope you found it really useful. So if you enjoyed and liked this video, do like this video and subscribe. Thank you and take care. Bye-bye.